നമസ്കാരം. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദ സിവിയർ ഫോം ഓഫ് ബോൺ ഡിസീസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലിന് ഉണ്ടാകുന്ന ഒരു സിവിയറായിട്ടൊരു കണ്ടീഷനാണ് ഓസ്റ്റിയോപൊറോസിസ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എല്ലുകൾ അതിൻ്റെ പ്രവർത്തനശേഷി കുറഞ്ഞിട്ട് വളരെ വളരെ കട്ടിയായിട്ട് മാറുന്നു. ഈ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഈ ബോണിനെയും ജോയിൻറ്റിനെയും സംബന്ധിക്കുന്ന പലതുണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതുപോലെ തന്നെ ഈ ആർത്രൈറ്റിസ് അല്ലാത്തത് വരുന്നുണ്ട്, പിന്നെ തേയ്മാനം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഈ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന നാച്ചുറലായിട്ടുള്ള ഈ ഫുഡിലൊന്നും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പച്ചക്കറികളിലും ഒന്നിലും കാൽസ്യം കിട്ടുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഈ കാൽസ്യത്തിൻ്റെ ഈ ഓസ്റ്റിയോപൊറോസിസ് ഏത് ബോൺ ഡിസീസ് ആയാലും എല്ലിനും പല്ലിനും ഉണ്ടാകുന്ന രോഗം ഒന്ന് തന്നെയാണ്. ഇത് ഉണ്ടാകുന്നത് ജന്മനാ തന്നെയാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കാൽസ്യത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ബോഡിക്ക് വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് മിനറൽസ് ഇതുപോലെ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് ഈ നമ്മുടെ കാൽസ്യം. അപ്പോൾ കാൽസ്യം നമ്മുടെ ഈ എല്ല്, അതായത് അസ്ഥി, ഈ അസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഒരു അസ്ഥി കൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അസ്ഥികളെല്ലാം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെഹിക്കിളിനോട് കമ്പയർ ചെയ്ത് അതിൻ്റെ ചെയ്സാണ്. ഈ ചെയ്സിനകത്താണ് മെഷീനെല്ലാം ഉറപ്പിച്ചിരിക്കുക. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ അസ്ഥികൂടത്തിലാണ് ഈ നമ്മുടെ എല്ലാ അവയവങ്ങളും ഉറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം മസില്, പിന്നെ ഞരമ്പുകൾ, പിന്നെ മറ്റവയവങ്ങൾ, ഇതെല്ലാം ബോണിലാണ് ഇതിൻ്റെ ഒറിജിൻ പിന്നെ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. അപ്പോൾ എല്ലിൻ്റെ പ്രാധാന്യം ആലോചിച്ചോണം. എല്ലില്ലെങ്കിൽ പിന്നെ നമുക്കൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ അത്രയും പ്രാധാന്യമായിട്ട് ഒരു അവയവത്തിന് വേണ്ടത് എന്താണ്? കാൽസ്യമാണ്. ഈ കാൽസ്യം ഒരമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ തൊട്ടേ ഈ കാൽസ്യത്തിൻ്റെ കുറവ് വരുന്നുണ്ട്. പക്ഷേ അത് WHO ഒരുപാട് പ്രാവശ്യം എല്ലാ രാജ്യങ്ങൾക്കും ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ തേർഡ് വേൾഡ് കൺട്രീസിൽ ഇന്ത്യ, അതുപോലെ പിന്നെ ഓൾ ദ ആഫ്രിക്കൻ കൺട്രീസ്, ഇവരൊന്നും അതേപ്പറ്റി മൈൻഡ് ചെയ്യാറില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡോക്ടർ എപ്പോഴും പറയുന്ന ഡെവലപ്ഡ് കൺട്രീസ്, പക്ഷേ അവർക്ക് കാര്യങ്ങൾ നമ്മളെയൊക്കെ അറിയാം. പക്ഷേ ഇന്ത്യക്കാർക്ക് കാരണം അറിയത്തില്ലെന്നുള്ളതല്ല. ഒരു 10,000-5000 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞാൽ ഇന്ത്യയിലായിരുന്നു ഇതെല്ലാം ഉടലെടുത്തത്. പക്ഷേ അത് ആ സംസ്കാരം എല്ലാം പോയി. ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടർമാരും പിന്നെ അല്ലെങ്കിൽ ഹെൽത്ത് കെയേഴ്സ് എല്ലാം വളരെ ബോധവാന്മാരാണ് എല്ലാത്തിനെ പറ്റിയും. ഇവിടെ ബോധവാന്മാരാണെങ്കിൽ തന്നെയും ഈ ബോധം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ കാൽസ്യത്തിൻ്റെ കുറവ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ ഗർഭിണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനും കാൽസ്യത്തിൻ്റെ ആവശ്യം വരും, അമ്മയ്ക്കും കാൽസ്യത്തിൻ്റെ ആവശ്യമുണ്ട്. ആവശ്യത്തിനുള്ള കാൽസ്യം ഈ അമ്മയ്ക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ആവശ്യത്തിനും അമ്മയുടെ ആവശ്യത്തിനും ഈ കാൽസ്യം എവിടുന്നാണ്? എല്ലിൽ നിന്നും പല്ലിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എല്ലും പല്ലും ദ്രവിക്കാൻ തുടങ്ങും കാൽസ്യത്തിൻ്റെ കുറവുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ബലക്കുറവുണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു വയബിലിറ്റി എല്ലാം പോയിട്ട് ഒരു ഹാർഡായിട്ട് മാറും. അപ്പോൾ ആ കണ്ടീഷൻ എല്ല് എങ്ങനെ വേണമെങ്കിലും പൊട്ടാം. അപ്പോൾ കാൽസ്യം കുറവുള്ളവർക്ക് വീണ് കഴിഞ്ഞാൽ എല്ല് കണ്ണാടി പോകുന്ന പോലെ പൊട്ടും. കൊച്ചു കുട്ടികളിലത് സംഭവിച്ചില്ലെങ്കിലും കുറച്ച് പ്രായമായി കഴിഞ്ഞവർക്ക് ഇപ്പം കോമൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ മാത്രമല്ല, അത് ലോകം മുഴുക്കുള്ള പ്രതിഭാസമാണ്. പിന്നെ എല്ലും പല്ലും ഒന്നെന്ന് പറയാൻ കാരണം ഈ എല്ലിൽ തന്നെയാണ് പല്ലും ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് എല്ലിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പോൾ കാൽസ്യം കുറവ് വന്നു കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് ആവശ്യത്തിനുള്ള പാലുണ്ടാകത്തില്ല, കുഞ്ഞിന് അതുപോലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ ഈ പ്രസവിച്ച് കഴിയുമ്പോഴേ തന്നെ കൊച്ചിൻ്റെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം കുട്ടികൾക്ക് പല്ല് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യയിലെ കുട്ടികളെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു 99% കുട്ടികൾക്കും പല്ലിന് കാരീസ് ഓഫ് ടീത്ത് അല്ലെങ്കിൽ പല്ലിന് കേടുണ്ടാവും. അപ്പോൾ നമ്മൾ മലയാളത്തിൽ അതിന് പുഴുപ്പല്ലത് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് ആ കാൽസ്യം ഇല്ലാത്തതുകൊണ്ട് ദ്രവിക്കുന്നതാണ്.
ഇപ്പം തന്നെ ഒരു കൊച്ചുകുട്ടികളിൽ തന്നെ ഇതെല്ലാം സർവ്വസാധാരണമാണ്. അപ്പോൾ ഈ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് എല്ലിനുണ്ടാകുന്ന സകല കാര്യങ്ങൾ. പിന്നെ ഓസ്റ്റിയോപൊറോട്ടിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, നമ്മുടെ ജോയിൻറ്റുകളിൽ എണ്ണമയമുണ്ട്. നമ്മുടെ ഈ കാറിൽ അതിലൊക്കെ ഈ ജോയിൻറ്റുകളിൽ ഗ്രീസ് പോലെ നമ്മുടെ ജോയിൻറ്റുകളിലുണ്ട്. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് സൈനോവിയൽ ഫ്ലൂയിഡ് എന്നാണ്. ആ ഫ്ലൂയിഡ് വേണ്ടത്ര ഇല്ലെങ്കിൽ എല്ലുകൾ തമ്മിത്താൻ കൂട്ടിമുട്ടി അസഹനീയമായ വേദനയുണ്ടാവും. അതുമാത്രമല്ല, നിൽക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിനോട് തന്നെ അസോസിയേറ്റ് ഉള്ളത് തന്നെ വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് മിനറൽസ്, ഇതെല്ലാം എല്ലിൻ്റെയും പല്ലിൻ്റെയും മറ്റ് ഫങ്ഷൻ ഇതെല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ഫിസിഷ്യനെ കണ്ടാൽ മതി. അതിപ്പോൾ ഇന്ന സിസ്റ്റം എന്ന് പറയുന്നില്ല. കാരണം എല്ലാ സിസ്റ്റവും ഇതിനെപ്പറ്റിയും ഞാൻ ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു സിസ്റ്റവും മോശമെന്ന് പറയാം. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള മെരിറ്റ്സും ഡിമെരിറ്റ്സും ഉണ്ട്. അപ്പോൾ ഏത് സിസ്റ്റം ആയിക്കഴിഞ്ഞാൽ ആ ഡോക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജനറൽ ഫിസിഷ്യൻ ഇത് കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാം, അദ്ദേഹത്തിന് ഇത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിനിപ്പോൾ ഒരു ഓർത്തോ എടുത്ത് തന്നെ ഡയറക്റ്റ് പോകണമെന്നില്ല. പക്ഷേ ഓർത്തോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സർജിക്കൽ കേസ് ഒന്ന് ഓർത്തോ എടുത്ത് തന്നെ പോകണം. നമ്മൾ വേറെ നോക്കിയിട്ട് കാര്യമില്ല. അതൊരു ജനറൽ ഫിസിഷ്യൻ നോക്കിയിട്ട് ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ഇതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് കാൽസ്യം വേണം. പിന്നെ ഈ ഗ്ലൂക്കോസാമൈൻ എന്ന് പറയും. അത് പിന്നെ ഈ ജോയിൻറ്റുകൾക്ക് എണ്ണമയം ഉണ്ടാകാനുള്ളൊരു പ്രോഡക്റ്റാണത്. പിന്നെ അതുപോലെ തന്നെ മറ്റ് വൈറ്റമിൻസും ആവശ്യം വരും. അപ്പോൾ ഇതിൻ്റെ പ്രതിവിധി നല്ല കമ്പനികൾ, ഈ കാൽസ്യം എടുക്കുന്നത് തന്നെ നിങ്ങൾ എപ്പോഴും ഒരു നല്ല എക്സ്പെർട്ട് ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ചെയ്യാവൂ. കാരണം മാർക്കറ്റ് വളരെ വില കുറഞ്ഞതുണ്ട്. അതിന് ഷെൽ കാൽസ്യം ഉണ്ട്, വളരെ വിലക്കുറവാണ്. പക്ഷെ അത് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ, അതായത് പ്രത്യേകിച്ച് കിഡ്നിയിൽ ഈ കല്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് ഇതിൻ്റെ പ്രോഡക്റ്റ് ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റിലും വൈറ്റമിൻ K2 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ചേർത്ത് കഴിഞ്ഞാൽ അത് വളരെ ഫലപ്രദമായിരിക്കും. അത് ബോഡി നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാതെ കംപ്ലീറ്റ് ഇത് അബ്സോർവ് ചെയ്യും. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 9 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്താൽ. അത് മാത്രമല്ല, ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോഗ്രാം എങ്ങനെ ഒഴിവാക്കാം, പിന്നെ ലേസർ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും കൂടുതൽ അറിയുന്നതിന് വേണ്ടി 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.